ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ ക്യൂസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡറെല്ലാം ഒരു ലെമൺ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്നാക്സിന് വേണ്ട എല്ലാ സാധനവും ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, കറിവേപ്പില, ക്യാബേജ്, ക്യാരറ്റ് എല്ലാം റെഡിയാക്കിയിട്ട് മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേപ്പ് ജ്യൂസിന് വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇത് റെഡിയായി. സമൂസൻ്റെ മസാല ഇപ്പോൾ റെഡിയായിന്. അതൊന്ന് കാണിച്ചിട്ട് ആ സമൂസൻ്റെ മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാൻ ഒരിക്കൽ കാണിക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കിൽ തന്നെ ഉണ്ടത്. പിന്നെ അതിന് ശേഷം ഞാനിത് സമൂസൻ്റെ ഷീറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ മുന്നേ പറഞ്ഞതിന് നല്ല ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് മടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നു. ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോന്ന് ഷീറ്റ് ഇതാക്കുമ്പോൾ. അങ്ങനെ സമൂസ റെഡിയായി. അപ്പോൾ ഒരാൾ ചോദിച്ചിന് ഫ്രോസൺ ആക്കൽ എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് ഇവിടെ അടിയിൽ ഒരു ഒരു ഷീറ്റ് വെച്ചിട്ട് കാണുന്ന അത് വെച്ചിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് വെക്കും. അപ്പോൾ ഒരു ലെയറായതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ഷീറ്റ് വെക്കും. അപ്പോൾ ഇതൊരു ലെയറായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേറൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ കവറില്ലേ, കവർക്ക് അത് മുറിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ഉള്ള സ്നാക്സ് വെക്കുക. അപ്പോൾ ഓരോരോ ലെയറിന് ഓരോരോ ഷീറ്റും ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മുകളിലോളം വെക്കുമ്പോൾ എന്ത് പ്രശ്നമാവില്ല, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് മുമ്പത്തത് ഞാൻ ഇന്നലെ ഒരു ഗൾഫിലേക്ക് കൊടുക്കാൻ ആക്കിയില്ല, അതിൻ്റെ ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രോസൺ ആയതിനു ശേഷം ഇങ്ങനെ കവറിൽ ഇട്ടിട്ട് വെക്കും. അപ്പോൾ ചില ആൾ പെട്ടെന്ന് എന്തെങ്കിലും റെഡി ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഞാനത് പാക്കാക്കിയിട്ട് കൊടുക്കൽ. അല്ലാതെ ഓർഡർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര വേണമെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് പോയി. ചില ആൾ എന്തെങ്കിലും ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ചോദിക്കും എന്തെങ്കിലും റെഡി ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എത്ര വേണ്ട അത്ര കൊടുക്കും. അതായത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബാക്കി സമോസയുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റോൾ ഉണ്ടാക്കാനുണ്ട്. റോളിങ് തന്നെ വെക്കാം. അപ്പോൾ ഇതാ റോളിൻ്റെ ഷീറ്റ് ഞാൻ ചൂടാക്കുന്നില്ല, ഇത് ഫ്രഷ് ഇപ്പോൾ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഒന്നും ആക്കണ്ട. ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കിയത്, വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇനി റോൾ ഉണ്ടാക്കാം. അങ്ങനെ ഇതാ റോളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ വെക്കുന്ന കാണിക്കാം. ഇത് ഫ്രീസറിൽ അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അത് അതിൻ്റെ മുകളിലേക്ക് തന്നെ ബാക്കിൽ സമോസ വെച്ചിട്ടാണെന്നില്ല, അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതൊരു ലെയർ ആയിട്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ ബാക്കിയുണ്ട് റോള് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചുകൊണ്ട് പോകാം. മുകളിലോളം എത്ര ചെറിയ ഫ്രിഡ്ജെങ്കിലും ഇങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് എത്ര സ്പേസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട്ലറ്റ് വെക്കാം. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ രാത്രി വെച്ചെങ്കിൽ രാവിലെയൊക്കെ നല്ല ഫ്രോസൺ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അതിന് ശേഷം ഇതാ കട്ട്ലറ്റിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് മസാല ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതും ഒടിച്ചത്, പിന്നെ കുറച്ച് ബ്രെഡ് പൊടിയെല്ലാം ഇട്ട് ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിന്. അപ്പോൾ കട്ട്ലറ്റും ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രോസൺ ആക്കാൻ വെക്കണം. അപ്പോൾ ഫ്രോസൺ ആയതിനു ശേഷം പിന്നെ ഞാൻ കസ്റ്റമർ വരുന്ന സമയത്ത് മാത്രം അത് പാക്കാക്കിയിട്ട് വെക്കും. അതുവരെ ഞാൻ പാക്കാക്കില്ല. മറ്റേ വേറെ കവറിലിട്ടിന് വെക്കും. ഞാൻ നേരത്തെ കാണിച്ച പോലെ ബാക്കിയുള്ള കാണിച്ചിട്ട് അതുപോലെ കവറിലിട്ടിട്ട് വെക്കും. ഇങ്ങനെ പാക്കാക്കിയിട്ട് വെക്കല. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ പാക്കാക്കൽ മുമ്പേ ആക്കിയിട്ട് വെക്കല്ല. അപ്പോൾ ഇന്നുണ്ടായത് 25 കട്ട്ലറ്റ്, 25 സമോസ, 25 റോളും ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ ഓർഡർ അൽഹംദുലില്ലാ ഇന്നത്തെ ഓർഡർ എല്ലാം റെഡിയായി. ഇപ്പോൾ എടുക്കാൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.